ഷോപ്പിംഗ് കോംപ്ലക്സിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സൂക്ഷിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യ ശേഖരം വൻ അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന് പരാതി. കൊല്ലം ജില്ലയിലെ തൃക്കോവിൽവട്ടം പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യ ശേഖരമാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. കണ്ണനല്ലൂർ ജംഗ്ഷനിലെ വ്യാപാര സമുച്ചയത്തിന്റെ ടെറസിലും ഒന്നാം നിലയിലെ മുറിയിലുമായി 6000-ഓളം ചതുരശ്ര അടി സ്ഥലത്താണ് വൻ പ്ലാസ്റ്റിക് ശേഖരമുള്ളത്. തൃക്കോവിൽവട്ടം പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവിടെ സൂക്ഷിക്കുന്നത്. കെട്ടിടത്തിനോട് ചേർന്ന് തന്നെ 11 kV ലൈൻ പോകുന്നതിനാൽ അഗ്നിബാധ അടക്കമുള്ള അപകടമുണ്ടായാൽ വൻ ദുരന്തം നേരിടേണ്ടി വരുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ എടുത്തുകൊണ്ടുവന്ന് ഈ പഞ്ചായത്ത് ബിൽഡിങ്ങിന്റെ മുകളിൽ ശേഖരിച്ച് കുറച്ച് നാളുണ്ടായിട്ട് സെഗ്രിഗേഷൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നതാണ് കറക്റ്റായിട്ട് ക്ലീൻ കേരളയ്ക്ക്. പക്ഷേ ഇപ്പം കുറച്ച് നാളുകളായി ഈ സാധനം ഇവിടെ ഡംപ് ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും ഒരു അപകടം സംഭവിക്കാം, എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ടോ ഏതെങ്കിലും രീതിയിലൊരു അപായം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല. കണ്ണനല്ലൂർ ജംഗ്ഷനിൽ ഇത്ര ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഈ കെട്ടിടങ്ങൾ ഒരുപാടുണ്ട്, മാർക്കറ്റുണ്ട്. ഈ സാധനം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. കെട്ടിടത്തിന് താഴെയുള്ള നിലകളിൽ ആശുപത്രിയും ഇതിന് തൊട്ടടുത്തായി കച്ചക്കടയും മത്സ്യമാർക്കറ്റും ക്ഷേത്രവും പ്രവർത്തിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അഗ്നിബാധ ഉണ്ടായാൽ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായിരിക്കുമെന്ന് അഗ്നിശമന സേനയുടെ റിപ്പോർട്ടിലും ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവ നീക്കം ചെയ്യാനുള്ള നടപടി ആരംഭിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം നടത്തുവാൻ പ്രദേശത്തെ UDF നേതൃത്വത്തിന്റെ തീരുമാനം. ഇത് ഏത് നിമിഷവും വലിയ അപകടം സൃഷ്ടിക്കാവുന്ന ഒരു രീതിയിലാണ് പഞ്ചായത്ത് അധികാരികൾ അശ്രദ്ധമായി ഇത്രത്തോളം വേസ്റ്റുകൾ ഇവിടെ കുമിഞ്ഞ് കൂട്ടിയിരിക്കുന്നത്. എത്രയും വേഗം ഇത് ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ UDFന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാൻ UDF സന്നദ്ധമായിരിക്കുകയാണ്. യാതൊരു സുരക്ഷയുമില്ലാത്ത 3 നില കെട്ടിടത്തിന്റെ ടെറസിൽ ജീവൻ പണയം വെച്ചാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ പണിയെടുക്കുന്നത്. പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് കഴിഞ്ഞ 6 മാസമായി ഇവിടെ മാലിന്യം കുന്നുകൂടാനുള്ള കാരണമെന്നും ആക്ഷേപമുണ്ട്. പല പഞ്ചായത്തുകളിലും ഹരിതകർമ്മസേന ശേഖരിച്ചു വെക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അഗ്നിബാധയ്ക്ക് ഇരയാകുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.